ശരിയാണ് ശ്രീ സജി നന്ദിയേട്ട, ഈ വിധി വന്നതിന് ശേഷം ദിലീപ് പറഞ്ഞത് എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്നുള്ളതാണ്. ആ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു, വിധി എങ്ങനെ കാണുന്നു? അതെ, നിങ്ങളുടെയൊക്കെ സോക്കടക്ക് തീർന്നല്ലോ. നിങ്ങളൊക്കെ എന്നായിരുന്നു നിങ്ങളുടെ അഭിലാഷിന്റെ പാവാടയൊക്കെ അവിടെ പോയി? അഭിലാഷുണ്ടോ അവിടെ? മനസ്സിലായില്ല. സജി നന്ദിയേട്ടെ, വിചാരണ കോടതിയുടെ മുകളിലും കോടതിയോടൊക്കെ ഉണ്ട് കേട്ടോ. ഇരുന്നുകൊണ്ട് ഉണ്ട്. അത് തെളിവ് കൊടുക്കണം അഭിലാഷേ. ഇവിടെ കുറെ കള്ളക്കഥ പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് കൊടുക്കണം. സത്യമല്ല, കോടതിയിൽ സത്യമല്ല, കുറ്റമാണ് തെളിയിക്കപ്പെടേണ്ടത്. അല്ല, അപ്പോ ആറുപേരെ ശിക്ഷിച്ചതോ? 6 പേരെ ശിക്ഷിച്ചു എന്നുള്ള കാര്യമെങ്കിലും അംഗീകരിക്കോ? ഇനി ഇങ്ങനെ സജി നന്ദിയായിട്ട് വാദിച്ച് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വാദിക്കോന്ന് അറിയില്ല. പിന്നെ നിങ്ങളെല്ലാം കുറെ എന്നെ ഉണ്ടാക്കിയതല്ലേ, കുറെ നിങ്ങൾ വേട്ടയാടിയല്ലോ, ദിലീപിനോടൊപ്പം എന്നെ വേട്ടയാടിയല്ലോ. നടത്തിയ ധീര വേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, നിങ്ങള് കോടതി വിധി പറയട്ടെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇമാതിരി കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്ന ആരും പരിഹാസം കേൾക്കും. അതിപ്പോ സ്വന്തം കൈയിരിപ്പുകൊണ്ടാണ് സജി നന്ദിയാട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണല്ലേ അഭിലാഷേ, ഇത് ഒരു ഡയറക്ടർ പറഞ്ഞുതരാം. ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, കേക്ക്. അവൻ പറയട്ടെ, കേരളത്തിൽ ദിലീപ് നിരപരാധിയാണ് ആദ്യം ഞാൻ വന്ന് പറഞ്ഞല്ലോ. അതിനെന്താ കാരണം? സിനിമയ്ക്കകത്തുനിന്ന് വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങളെല്ലാം എന്നെ വേട്ടയാടി. മാധ്യമങ്ങൾ, പൊതുസമൂഹം, അവർക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കും പൊതുസമൂഹം. ഇവരെല്ലാവരും എന്നെ വേട്ടയാടി, നിങ്ങളത് കൂട്ടുനിന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാറ് നിങ്ങൾ ആര് വേട്ടയാടി, എന്തിന് വേട്ടയാടി, എങ്ങനെ വേട്ടയാടി, താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണോ വേട്ടയാടി? നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ദിലീപിനെ വേട്ടപ്പട്ടിയെ പോലെ വേട്ടയാടി. എങ്ങനെ വേട്ടയാടി? പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിവായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായി ആരായാലും ചോദിക്കും. മാധ്യമങ്ങളാണ് കേരളത്തിന്റെ ശാപം. ഈ മാധ്യമങ്ങൾക്ക് വെളിയിൽ വരുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ശ്രീ സജി നന്ദിയായിട്ട് മാധ്യമങ്ങളെ കൂടി പർച്ചേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കേരളത്തിൽ നല്ല സുഖമായിരുന്നു ക്രിമിനലുകൾക്കൊക്കെ. അത് പറ്റാത്തതുകൊണ്ടാണല്ലോ പൈസയുള്ള ആളുകൾക്ക് പലതും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോ മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്യാൻ കിട്ടിയില്ല, വലിയ ബുദ്ധിമുട്ടായി പോയി അല്ലേ? പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. അങ്ങ് ആദ്യം മുതൽ തന്നെ പ്രക്ഷുബ്ധമാണ്. അങ്ങ് പറഞ്ഞു ഈ കേസിൽ ഞാൻ ആദ്യം വന്ന് പറഞ്ഞു ദിലീപ് നിരപരാധിയാണ് എന്ന്. അങ്ങേക്ക് അങ്ങനെ പറയാൻ കഴിയുന്ന, അങ്ങനെ സാധൂകരിക്കാൻ കഴിയുന്ന എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? ഒരു കേസിൽ കുറ്റാരോപിതനായ ഒരാൾ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ ആ ആരോപണം മുന്നോട്ട് വെച്ചയാൾ അപരാധിയാണെന്ന വിധിയെഴുത്ത് കൂടി ഉണ്ടാവുകയാണ്. അത് ഏകപക്ഷീയമായി കേൾക്കാൻ കഴിയുമോ? അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചു. ഒരു സംവിധായകനും 3 നടിമാരും 2 പോലീസ് ഓഫീസറോടെ. ആ പോലീസ് ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കാൻ പറ. നിങ്ങള് ഈ കേരളത്തിലെ നമ്മൾ നൽകുന്ന നികുതി, കോടാനുകോടി നികുതി ഇതിനുവേണ്ടി ചെലവഴിച്ചു. ഈ കള്ളക്കേസ് ഉണ്ടാക്കി 8 വർഷം ഒരു നടന്റെ ജീവനം കളഞ്ഞു. അവരുടെ കുടുംബം അങ്ങനെ ഒരു ഗൂഢാലോചനയെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് ആരൊക്കെ എന്ന് ചൂണ്ടിക്കാണിച്ചൊരു പരാതി കൊടുത്തൂടെ സജി നന്ദിയാട്ടെ? അത് ഞാനല്ല, അയാളെ ഞാൻ അറിയേയില്ല. എന്തൊരു നല്ല ഞാനങ്ങോട്ട് പരാതി കൊടുക്കേണ്ട താമസമുള്ളൂ. ഇവരങ്ങോട്ട് അവരെ നിയമത്തിൽ വിശ്വാസമില്ലേ? ഡയറക്ടറുടെയും ഈ പോലീസുകാരും നടന്മാരോ നടിമാരോ ആരൊക്കെയോ കൂടി ഗൂഢാലോചന നടത്തുമെങ്കിൽ താങ്കൾക്ക് അതേക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നേ. ചതി, കളവ്, വഞ്ചന, തെമ്മാടിത്തം ഇതൊന്നും കുഞ്ഞുട്ടന്റെ കയ്യിലില്ല. നേരെ വാ, നേരെ പോ. അഭിലാഷ് കേൾക്കൂ, ഇവരുടെയൊക്കെ സാമ്പത്തിക നില പരിശോധിക്കണം. കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് ഈ ഫ്രെയിം ചെയ്ത ഈ കേസ്. ജീവിപ്പിക്കത്തില്ല. ഞാൻ അന്ന് പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. പിന്നെ നിങ്ങളങ്ങോട്ട് പേര് പറഞ്ഞാൽ നിങ്ങളെ ആക്കണ്ട. ഞാൻ പേര് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. കഴിഞ്ഞ 8 വർഷക്കാലവും ഈ നിലയ്ക്കല്ല ചർച്ചകൾ പോയത്. അല്ലല്ല, ഈ നിലയ്ക്കല്ല, പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. ഇതിപ്പോ ഈ അമിതാഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ കേരളത്തിൽ ജനങ്ങൾ കേൾക്കുന്ന ഒരു ചർച്ചയാണ് എന്ന നിലയ്ക്ക് അത് പരിഗണിക്കൂ. ഈ കഴിഞ്ഞ 8 വർഷവും ഈ നിലയ്ക്കല്ലല്ലോ ചർച്ചകൾ പോയത്. കേരളത്തിലെ നിയമ സംവിധാനത്തിന് കീഴിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ദിലീപ് കുറ്റവാളിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇന്ന് രാവിലെ ഒരു എപ്പിസോഡുകൾ ചെയ്തല്ലോ നിങ്ങൾ ചാനലുകളെല്ലാം. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്?
നിങ്ങൾ ഇവിടെ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എത്ര സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു? ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി ദിലീപിന്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അയ്യോ, ആർക്കും കോടതി കേസ് കൊടുക്കാം സാർ. ഹലോ, എന്നിട്ട് താങ്കൾ കൊടുക്കുന്നില്ലല്ലോ. ആദ്യം മനസ്സിലാക്കി, ഇരുട്ടുകൊണ്ട് ഓട്ടം എടുത്തിട്ട് കാര്യമില്ല. ഒരു തെളിവ്, ഒരു കുഞ്ഞു തെളിവ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലോ ഈ പൾസസുനിയും ദിലീപും തമ്മിലാണല്ലോ പ്രശ്നം. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ ദിലീപ് പ്രതിയാകുന്നേ. പൾസസുനിക്ക് പൈസ കൊടുത്തതിന്റെ ഒരു രേഖ ഹാജരാക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന വാദകം വീണ്ടും പറയാം. ഞാൻ അന്നും ഇന്നും പറഞ്ഞ വാദകം, നടിക്കെതിരെ ഗൂഢാലോചന, ദിലീപിനെതിരെ ഗൂഢാലോചന. അതെ, ഇത്രയൊക്കെ അറിയുന്ന സജി നന്ദിയാട്ട ആര് ഗൂഢാലോചന നടത്തി എന്നൊരു വെള്ള പേപ്പറിൽ എഴുതി നടിമാരുമാണ് കൊടുക്കാത്തതെന്താ? ഓഹോ, അങ്ങനെയാണല്ലേ? ഒരു ഡയറക്ടറും 2-3 നടിമാരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? താങ്കളൊരു വെള്ള പേപ്പറിൽ എഴുതിത്താ പോലീസിന് കൊടുക്ക്. ഉണ്ടെന്നേ, അതൊക്കെ പറയാന്നേ. എന്തേ ഒരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല? അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ ഈ ചാനലിലല്ല ഇത് പറഞ്ഞല്ലോ, 8.5 വർഷമായി. അധികം തമാശ വേണ്ട, മിലിറ്ററി ആണെന്നും ഞാൻ നോക്കില്ല, അടിച്ച് ചെയ്യിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, മാധു സജിയോടാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം ഡിഗ്രി ഉള്ളവരാണല്ലോ, പൊതുബോധം കേൾക്കട്ടെ, പൊതുജനം കേൾക്കട്ടെ. ഒരാളെ കള്ളക്കേസ് കൊടുക്കാൻ പോലീസിന് എന്നാ നിയമം വേണം, എന്നാ നേരം വേണം? ഒരു മരുമാലങ്കൾ തോർത്താണ് പറയലേ. അതുകൊണ്ട് എന്റെ പൊന്നു സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി